എൻ്റെ പേര് ബാഹുലേനാണ്. ധനുശ്വരം സ്വദേശിയാണ്. ദേശീയ കായികതരമാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നമ്മൾ ആശുപത്രി പോകുന്നത്. രാവിലെ 5:30 തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നു. അവിടെ നിന്നും OP-യിൽ കയറുന്നുണ്ട്. അവിടെ നിന്ന് നമ്പരിട്ട് വാങ്ങിക്കുന്നു. 10:30 ആയപ്പോൾ നമ്പരിട്ട് കിട്ടും. അതിനുശേഷം ഡോക്ടർ ഇരിക്കുന്ന മുറിയിലെ ഒയിരയിലേക്ക് 2ാമത്തെ നിലയിലേക്ക് പോകുന്നു. ഹാർട്ട് വിഭാഗത്തിലാണ് പോകുന്നത്. അങ്ങനെ പോയപ്പോൾ അവിടെ ലൈവ് എടുക്കാൻ നമ്മൾ കഴിഞ്ഞ തിങ്കളാഴ്ച നിന്നപ്പോൾ അവിടെ ലൈവ് കിട്ടുന്നില്ല. അതാണ് അന്ന് വാർത്ത ചെയ്യാത്തത്. ആ വാർത്തയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആരോഗ്യമന്ത്രി കാണുന്നുണ്ട്, ലൈവ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ രാവിലെ എത്തിക്കഴിഞ്ഞു. ഡോക്ടറിന് അടുത്ത് എത്താൻ വേണ്ടി കയറിയിരുന്നു. 10-10:30 ആയപ്പോൾ തന്നെ നമ്പറിട്ട് കിട്ടി ഒയിര് പോയി. പിന്നെ അതിനുശേഷം ഉച്ചയായി. ഉച്ചയ്ക്ക് തന്നെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഉച്ചയായിട്ടും പോകും. ഒരു 2 മണിയായപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നമ്പർ വിളിക്കും. 100 നമ്പർ വിളിച്ചാൽ പിന്നെ 500 വിളിക്കും, 500 വിളിച്ചാൽ 150 വിളിക്കും, 150 വിളിച്ചാൽ 200 വിളിക്കും. ഇങ്ങനെ ടോക്കൺ അനുസരിച്ചില്ല വിളിക്കുന്നത്. അത് ഓൺലൈനിൽ കൂടി വന്നതോടെയാണ് ഇപ്പോൾ ഇത്രയും പ്രശ്നമായ. അല്ലെങ്കിൽ നമ്മൾ രാവിലെ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഒരു 10:30 ആകുമ്പോൾ തന്നെ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് നമ്പർ ഇട്ട 3 ഡോക്ടർമാരേ ഉള്ളൂ ഉച്ചവരെ. ഞാൻ നോക്കി, ഹാർട്ടിൻ്റെ വിഭാഗത്തിൽ 3 ഡോക്ടർ മാത്രമേ ഉള്ളൂ എന്നെ മനസ്സിലാക്കുക. ഉച്ചയ്ക്ക് ശേഷം 2 ഡോക്ടർ ഉണ്ടായിരുന്നു. ഒരു ഡോക്ടർ 4 മണിയായപ്പോഴാണ് വന്നത്. അതിനുശേഷം നമ്മൾ അവിടെ ഇരുന്ന് രാവിലെ 5:30 വന്ന് നമ്മൾക്ക് പിന്നെ ആശുപത്രിയിൽ ഡോക്ടറെ കാണുമ്പോൾ തന്നെ നമ്മൾ നോക്കിയപ്പം 6 മണിക്ക് 10 മിനിറ്റ് ഉണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത്. സാധാരണപ്പെട്ട രോഗികൾ ഒരുപാട് കഷ്ടപ്പെടുന്നത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് നിന്ന് വരെ രോഗികൾ ഹാർട്ടിന് രോഗികളുള്ളവരാണ്. 4 മാസം കഴിയുമ്പോൾ പിന്നെ അടുത്ത 4 മാസത്തേക്ക് എഴുതി വിടുമ്പോൾ അവർ വരുന്നു. ഡോക്ടറെ കാണാൻ വേണ്ടി വരുമ്പോൾ വലയുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ ഇത്രയും ഡോക്ടർ ഇല്ലെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക. ആരോഗ്യമന്ത്രി പറഞ്ഞ മെഡിക്കൽ കോളേജ് സുഖമാറ്റി പോകുന്നു. വളരെ ശോചനീയാവസ്ഥയിലാണ് മെഡിക്കൽ കോളേജിൽ പോകുന്നത്. ഈ രോഗികൾക്ക് 3 ഡോക്ടർ കൊണ്ട് എന്ത് ചെയ്യാം? രാവിലെ തൊട്ട് രാത്രി വരെ ആയിരുന്നിട്ട് അവർക്കും പോകാൻ പറ്റുന്നില്ല വീട്ടുകൾ. അത്ര ഒരു സമൂഹത്തെ നിന്നാണ് നമ്മൾ കാണുന്നില്ല. അതാണ് അന്ന് ലൈവ് പറയാം. അവിടെ നോക്കിയപ്പോൾ അവിടെ ലൈവ് കിട്ടുന്നില്ല മെഡിക്കൽ കോളേജ് 2ാമത്തെ നില. അല്ലെങ്കിൽ ഞാൻ അന്ന് ആ പച്ചയ്ക്ക് അവിടെ നിന്ന് പറയാനാണെന്നൊക്കെ ആരോഗ്യമന്ത്രി കാണുന്നുണ്ടോ? എന്നിട്ട് നമ്മൾ സ്റ്റാഫിൻ്റെ കൂടെ അവിടെ ഇരിക്കുന്ന ഫ്രണ്ടിൽ കസേര ഇട്ടിരിക്കുന്ന ഒരു 100 വിളിച്ച പിന്നെ 500 വിളിക്കുന്ന എന്തിനാന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ നിർദ്ദേശമാണ്. അവിടെ രോഗി വിളിച്ച് ആരൊക്കെ മന്ത്രിമാരോ MLA-മാർ വിളിച്ച് പറയുമ്പോൾ പിന്നെ ആ രോഗിയെ കാണാൻ വേണ്ടി അത് ഈ ക്യൂ എന്തിനാണ് വെച്ചിരിക്കുന്നത്? അതിനെ എടുത്ത് കളയണതല്ലേ നല്ലത്. ഇങ്ങനെ എന്തിനാണ് ക്യൂ വെച്ചിരിക്കുന്നത്? എന്തിനാണ് ഈ ടോക്കൺ വെച്ചിരിക്കുന്നത്? എന്നാൽ ടോക്കൺ വേണ്ടല്ലോ. സാധാരണപ്പെട്ടവർ എല്ലാവരും ലൈനിൽ ഒന്നുപോലെയല്ലേ. പിന്നെ എന്നാൽ നമ്മൾ ദേശീയ കായികതരം നമുക്ക് ഉടനെ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞപ്പോൾ വിളിച്ചിട്ട് മുമ്പിൽ പോകണല്ലോ. അപ്പോൾ നമ്മളൊരു ലൈനിൽ നിൽക്കണം. നമ്മൾ വലിയ താരമൊന്നും അതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ലൈനിൽ നിന്ന് പോകാൻ എനിക്കും പറയാനുള്ളതെന്നാണ് പറയുന്നത്. ലൈവാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇതാണ് മെഡിക്കൽ കോളേജിൻ്റെ ഉദ്ദേശം. രാവിലെ 6 മണിക്ക് അവിടെ എത്തും. അവിടെ നിന്ന് ടോക്കൺ വായിക്കും. അവിടെ നിന്ന് 11:30 ആകുമ്പോൾ ഒയിരയ്ക്ക് കയറുന്നു ഡോക്ടറെ നമ്മൾ 5:30 ആയിട്ടും ഡോക്ടറെ കാണാൻ പറ്റുന്നു. ഇപ്പോഴും അവിടെ വെള്ളത്തിൽ കിടന്ന് ലാഞ്ചിട്ടെന്നാണ് തോന്നുന്നത്. ലൈവാണ് ഇപ്പോൾ പറയുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ള ഹാർട്ട് വിഭാഗത്തിലാണ് നമ്മൾ പോയത്. എനിക്ക് ഹാർട്ടിന് കുഴപ്പം കണ്ടുകൊണ്ടാണ് ആ വിഭാഗത്ത് പോയി. ഇതാണ് അവിടെ നടക്കുന്നത്. രോഗികൾ പലയിടത്തോളം വലയുന്നു. കോട്ടയം, എറണാകുളത്ത് വരുന്നവർക്ക് പോലും വീട്ടിലെത്താൻ പറ്റുന്നില്ല. 6 മണിയായിരുന്നാലും 4 മണിക്ക് വരുന്നവർക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല. ഇതെന്തോ മെഡിക്കൽ കോളേജാണ്. സർക്കാർ ഒരു ആശുപത്രിയാണ്. ജനങ്ങളെ സംഭാവന ചെയ്യുന്ന ഒരു ആശുപത്രി. ജനങ്ങൾ വോട്ട് കൊണ്ട് ജയിച്ചു. ജനങ്ങളെ സഹായം ചെയ്യുന്ന ഒരു ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു രോഗിക്ക് കൃത്യസമയത്ത് പോലും പോകാൻ പറ്റുന്നില്ല. വലയുന്നു. വെള്ളം പോലും കുടിക്കാതെ പലരും ഇരിക്കുന്നു. കുഴഞ്ഞു വീഴുന്നു. പലവരും ബോധം കെട്ട് വീഴുന്നു. ഇതെല്ലാം മെഡിക്കൽ കോളേജ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ അനുഭവം കൊണ്ടുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. ഞാൻ കണ്ട സംഭവമാണ് ഇത്. ജനങ്ങൾ മുമ്പ് ആരോഗ്യമന്ത്രി കാണുന്നുണ്ടോ? ഈ ലൈവാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്ന. നിങ്ങൾ നമ്പർ വിളിക്കുന്നവർ ഞാൻ ചോദിച്ചു, ഒരു ദേശീയ വയസ്സായ കായിക താരം അവിടെ ഇരിക്കുന്ന ഏത് കായിക താരം? എന്താണ് ഇവിടെ? ഒന്നുമില്ല. കായിക താരത്തിനൊന്നും ഒരു വിലയില്ലെന്നാണ് അപ്പോൾ പറയുന്നത്. ആ സ്ത്രീ ഒരു വെളുത്ത സ്ത്രീയാണ്. അവിടെ ഇരിക്കുന്നുണ്ട്. ഹാർട്ട് വിഭാഗത്തിലാണ് ഇരിക്കുന്നതെന്ന് ഞാൻ പറയും. ലൈവായിട്ടാണ് പറഞ്ഞു. എനിക്ക് ആരും പേടിയൊന്നുമില്ല. ലൈവാണ് പറയുന്നത്. ഇതാണ് വളരെ മോശം. ഞാൻ ആരോഗ്യമന്ത്രി നല്ലൊരു മന്ത്രി എന്നാണ് നേരിച്ചത്. ഇപ്പോൾ ഇന്നാളത്തെ വാർത്തയോട് വന്നതോടെ വളരെ മോശമായിട്ടുണ്ട്. കേരളത്തിൽ വളരെ ഒരു സമൂഹത്തിൻ്റെ സാഹിത്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇത്രയും നല്ല പലരും പറയുമ്പോൾ ഞാൻ അവരെക്കുറിച്ച് നല്ലതായിട്ട് അഭിപ്രായമാണ് പറഞ്ഞത്. നമുക്ക് അനുഭവപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇത്രയും വളരെ മോശത്തിലുള്ള ഒരു മെഡിക്കൽ കോളേജ് ശോചനീയാവസ്ഥയിൽ തന്നെ തുടരുന്നുണ്ടെന്ന് പറയാൻ എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും ബാഹുലേയൻ.